ഒരു ദിവസം ഈ പാവപ്പെട്ട എന്നെ സംബന്ധിച്ചു അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ദിവസവും സന്ദർഭവും വരും എന്ന ബോധം എന്റെ ഹൃദയത്തിൽ അല്ലാഹു എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളുടെ ഖൽബിലും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ ആർക്കും നിലനിൽപ്പില്ല. എല്ലാവരും നിശ്ചയിച്ച സമയത്ത് മരിച്ചു. ലാ യഖറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജ്ലുഹാ. അജല് എന്ന് പറഞ്ഞാൽ അവധി, അജില് എന്ന് പറഞ്ഞാൽ കാരണം. സുക്കൂന് കൊണ്ട് വായിച്ചാൽ കാരണം എന്നാണ് അർത്ഥം. ഫത്ഹ് കൊണ്ട് വായിച്ചാൽ അജല് എന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം അവധി എന്നാണ്. ഏതൊരു ശരീരത്തിനും അതിന്റെ അവധി എത്തിയാൽ ഒരാളെയും പിന്നെ പിന്തിക്കുന്ന പ്രശ്നം ഇല്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരൽപവും അപ്പുറവും ഇപ്പുറവും ആവില്ല. അല്ലാഹു തീരുമാനിച്ച സമയത്ത് എല്ലാവരും മരണപ്പെട്ടു പോകും. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും കനിഞ്ഞു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു വർഷം നമ്മുടെ പൂർണ്ണമായും കഴിഞ്ഞു എന്നതാണ്. അതിൽ നമുക്ക് വലിയ പാഠം വേണം. ഇനി ഈ വർഷം തികയുന്നത് വരെ ഞാനുണ്ടോ? ഈ ദിവസം തികയുന്നത് വരെ ഞാനുണ്ടോ? ഈ രാത്രി തികയുന്നത് വരെ ഞാനുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തിൽ ആലോചിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ സാധിക്കണം. എനിക്കൊരു വാദ് പറഞ്ഞു തരൂ നബിയേ, അതൊന്ന് സംക്ഷിപ്തമാക്കി ചുരുക്കി പറഞ്ഞു തരൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആദ്യമായി പറഞ്ഞ വിഷയം തന്നെ ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമത്ത് നിന്ന അഷ്റഫ് സഖാഫി ളുഹറിനും ജമാഅത്തിന് പോകണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ അത് അവസാനത്തെ നിസ്കാരമായിരുന്നു. ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെ മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടാകാം, ഇശാവും നിസ്കരിച്ചിട്ടുണ്ടാകാം. അത് അവസാനത്തേതാണോ അല്ലേ എന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏത് വാക്ക് സംസാരിക്കുമ്പോഴും ഏത് വിഷയം ചിന്തിക്കുമ്പോഴും ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ഓർമ്മ വേണം, എനിക്ക് എപ്പോഴാണ് വേർപാടെന്നറിയില്ല. എന്റെ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും കാണുന്നവനാണ്, അറിയുന്നവനാണ്. കാന അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നായി വീക്ഷിക്കുന്നവനാണ്. അതിനാൽ എല്ലാം ക്ലിയറായ നിലയ്ക്ക് ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എന്തെല്ലാം ന്യൂനതകളുണ്ടോ, എന്തെല്ലാം പോരായ്മകളുണ്ടോ, അതിനെല്ലാം തന്നെ പ്രായശ്ചിത്തമായി അതിൽ നിന്നെല്ലാം മുക്തമാകാൻ വേണ്ടി പടച്ച റബ്ബിലേക്ക് തൗബയുടെ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ഇന്ന് വരെ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളിലും റബ്ബിനോട് മാപ്പ് പറഞ്ഞ് ഇനിമേലിൽ നല്ല നിലയ്ക്ക് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാനായ അതേ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു
പാടിയില്ലേ ഖതഅത ശൂറല്ലാമി ലഹ്വൻ വഗഫലതൻ വലം തഹ്തരിം ഫീമാ അതൈതൽ മുഹറമാ فلا رجبا وافيت فيه بحقه ولا صمت شهر الصوم صوما متمما ولا في ليالي عشر ذي الحجة الذي مضى كنت قواما ولا كنت محرما കഴിഞ്ഞ കാലങ്ങൾ പലതും കഴിഞ്ഞു പോയി. റജബിലോ അതുപോലെ ശഅബാനിലോ അതുപോലെ നല്ല നല്ല ദിവസങ്ങളിലോ ദുൽഹജ്ജിന്റെ 10 രാത്രികളിലോ അപ്പോഴൊന്നും കൂടുതൽ സൽക്കരം ചെയ്യാൻ തയ്യാറാകാതെ സമയമിങ്ങനെ കഴിഞ്ഞു മുഹറം എത്തിയില്ലേ. فهلك أن تمحو الذنوب بعبرة وتبكي عليها حسرة وتندما. നിനക്ക് നിന്റെ ദോഷങ്ങൾ കരഞ്ഞ് കഴുകിക്കളയാൻ നിനക്ക് പറ്റുമോ? നീ മനസ്സ് വേദനിച്ച് കരയാൻ പറ്റുമോ? ഖേദിക്കാൻ പറ്റുമോ? وتستقبل العام الجديد بتوبة لعلك أن تمحو بها ما تقدم. പുതിയ വർഷത്തെ തൗബ കൊണ്ട് എതിരേൽക്കുകയും എന്നിട്ട് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം കഴുകി അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാൻ നീ സന്നദ്ധമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. നമ്മൾ ആ ഒരു ചിന്ത ആവശ്യമുള്ള സമയമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറമിൽ വേർപിരിഞ്ഞു പോയ ധാരാളം മഹാന്മാരുണ്ട്. അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ.